കുടുംബത്തിലെ 6 പേരെ പലപ്പോഴായി വിഷം കൊടുത്തു കൊന്നത് മരിച്ച റോയിയുടെ ഭാര്യ ജോളിയാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. Jolly Joseph, the prime accused, had made an attempt to kill her second husband Shaju and her friend Johnson's wife. സംസ്ഥാനം കണ്ട ക്രൂരമായ കൊലപാതകങ്ങളിലൊന്നാണ് കോതമംഗലത്തെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനിയായ മാനസയുടേത്. പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിനായിരുന്നു മാനസയെ വെടിവെച്ചുകൊന്ന് രഖിൽ എന്ന യുവാവ് സ്വയം നിറയൊഴിച്ച് മരിക്കുകയും ചെയ്തത്. കൊച്ചിയിലെ പുറംകടലിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. തമിഴ്നാട് സ്വദേശി തമ്പിദുരയും അസം സ്വദേശിയുമാണ് മരിച്ചത്. 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കാണാതായ ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ക്രൈം കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഏത് പോലീസ് ഇവർക്കെതിരെ ഈ കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുക? പോലീസ് എങ്ങനെയാണ്? അതായത് കൾപ്പബിൾ ഹോമിസൈഡ് പ്രകാരം എന്താ പറയുക, നരഹത്യ എന്നുള്ള കുറ്റത്തിനും പിന്നെ 286. ഹലോ, നമസ്കാരം. സൈലം DSCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യ, അതേപോലെ മർഡർ, കൊലപാതകം, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംശയം തോന്നുന്നൊരു കാര്യമാണ് ഈ കൾപ്പബിൾ ഹോമിസൈഡും മർഡർ, അതായത് കൊലപാതകം എന്ന് പറയുന്നത് രണ്ടും ഒന്നല്ലേ, എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഒരുപാട് സംശയം തോന്നാറുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ IPCയിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ 299-ാമത്തെ വകുപ്പാണ് കുറ്റകരമായ നരഹത്യ, അതായത് കൾപ്പബിൾ ഹോമിസൈഡിനെ കുറിച്ച് പറയുന്നത്. 300-ാമത്തെ വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? നമ്മുടെ മർഡർ, കൊലപാതകത്തെക്കുറിച്ച് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാം ഓറിയൻ്റ് ആയിട്ട് ഇവ തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിനി വരാൻ പോകുന്ന WCPO CPO പരീക്ഷകൾ, SIയുടെ മെയിൻസ് ലെവൽ പരീക്ഷകൾക്ക് ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും നമുക്ക് ചോദ്യം ചോദിക്കാവുന്ന ഒരു മേഖലയാണ് കൾപ്പബിൾ ഹോമിസൈഡും മർഡറും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഹോമിസൈഡ്, നരഹത്യ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കാം. ഈ ഹോമിസൈഡിനെ നമുക്ക് രണ്ടായിട്ട് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. HOMI ഹോമി എന്നും അതേപോലെ CIDCയുടെ എന്ന് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ, ഒരു മനുഷ്യനെ മറ്റൊരാൾ തന്നെ എന്ത് ചെയ്യാണ്, വധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, കൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നരഹത്യ അല്ലെങ്കിൽ ഹോമിസൈഡ് എന്ന് നമുക്ക് പറയുന്നു. ഓക്കെ, ഈ ഹോമിസൈഡ് നമുക്ക് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. നിയമപരമായിട്ടുള്ളതും നിയമവിരുദ്ധമായിട്ടുള്ളതും. നിയമപരമായിട്ടുള്ളതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിന് കൃത്യനിർവഹണത്തിനിടയിൽ ഒരാളെ എന്ത് ചെയ്യാണ്, തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുകയാണ്. അതിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, മരണപ്പെട്ടു പോവുകയാണ്. അപ്പോൾ നമ്മൾ പോലീസ് ഓഫീസറിനെ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? കുറ്റക്കാരനാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അദ്ദേഹം നിയമം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്ത് ആ ഒരു കൃത്യം നമുക്ക് ചെയ്തത് അല്ലേ. പക്ഷെ അതേസമയം നിയമത്തിന് എതിരായിട്ട് ആരെങ്കിലും ഒരാളെ കൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അൺലോഫുൾ എന്താണ്, ഒരു കൃത്യത്തിൻ്റെ പരിധിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് തരാം എന്താണ് ഈ കുറ്റകരമായ നരഹത്യയും അതേപോലെ കൊലപാതകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഈ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്. നോക്ക്, എൻ്റെ കയ്യിൽ 2 കത്തിയുണ്ട്. ഓക്കെ, ഒന്ന് എന്താണ്, നല്ല മൂർച്ചയുള്ളൊരു കത്തിയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മൂർച്ചയൊന്നുമില്ലാത്ത എന്താണ്, വളരെ മൂർച്ച കുറവുള്ളൊരു കത്തിയുമാണ്. ഓക്കെ, എനിക്ക് ഒരാളെ എന്ത് ചെയ്യണം, ഒരാളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി ഞാൻ വരികയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ 2 കത്തിയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂർച്ചയുള്ള കത്തിയുമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ മൂർച്ചയുള്ള കത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ ശരീരത്തിൽ ഞാൻ കുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് നല്ല ആഴത്തിൽ, ശരീരത്തിലേക്ക് നല്ല ആഴത്തിൽ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയില്ലേ? സാധ്യത തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതേപോലെ തന്നെ മുറിവും അതിനനുസരിച്ച് എന്തായിരിക്കും, കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് മൂർച്ചയുള്ള കത്തി കൊണ്ട് ഞാൻ കുത്തുന്നത് അയാളുടെ മരണം സംഭവിക്കാൻ എന്താണ്, സഫീഷ്യൻ്റ് ആണല്ലോ, സഫീഷ്യൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ മരണം സംഭവിക്കാനുള്ള സാധ്യതയും അവിടെ എന്താണ്, കൂടുതലാണ് അല്ലേ. അതായത് മരണം സംഭവിക്കാനുള്ള സാധ്യത അവിടെ എന്താണ്, കൂടുതലാണ്. അപ്പോൾ നോക്ക്, ഞാൻ എന്താ ചെയ്തത്, എന്താണ്, മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് ഞാൻ വരികയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരാളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി. ആ മൂർച്ചയുള്ള കത്തി കൊണ്ട് ഞാൻ അയാളുടെ ശരീരത്തിൽ കുത്തുന്നത് അയാളുടെ മരണം സംഭവിക്കാൻ എന്താണ്, മരണം സംഭവിക്കുമെന്ന് എനിക്കറിയാം. ആ മൂർച്ചയുള്ള കത്തി കൊണ്ട് കുത്തുന്ന മരണം സംഭവിക്കാൻ എന്താണ്, അത് സഫീഷ്യൻ്റ് ആണ് എന്നുള്ള കാര്യം എനിക്ക് എന്ത് ചെയ്യാം, അറിയാവുന്നതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, കുത്തുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, മരണപ്പെടുകയും ചെയ്യുകയാണ്. ഇനി അതേസമയം ഞാൻ മൂർച്ച കുറഞ്ഞ കത്തിയും കൊണ്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൂർച്ച കുറഞ്ഞ കത്തിയും കൊണ്ട് ഞാൻ അയാളുടെ ശരീരത്തിൽ കുത്തുകയാണ്. അപ്പോൾ മൂർച്ച കുറഞ്ഞ കത്തി ആയതുകൊണ്ട് തന്നെ ശരീരത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുമോ? ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകത്തില്ല.
അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന മുറിവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കത്തില്ലേ? പക്ഷേ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മൂർച്ച കുറഞ്ഞ കത്തി കൊണ്ടാണ് കുത്തുന്നത് എന്നുണ്ടെങ്കിൽ പോലും അവിടെ മരണം സംഭവിക്കത്തില്ലേ? മരണം സംഭവിക്കും. പക്ഷേ മൂർച്ച കുറഞ്ഞുള്ള കത്തി കൊണ്ട് കുത്തിയത് കൊണ്ട് അവിടെ മരണം പെട്ടെന്ന് സംഭവിക്കുമോ? സംഭവിക്കത്തില്ല. അവിടെ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും? മരണം സംഭവിക്കുക തന്നെ ചെയ്യും. അതായത് നോക്കിയേ, ഈ രണ്ട് സിറ്റുവേഷൻസ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്തേ. നമ്മൾ ആദ്യം പറഞ്ഞ സിറ്റുവേഷനിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് കുത്തുന്നതുകൊണ്ട് മരണം സംഭവിക്കാനുള്ള സാധ്യത എന്താണ്? വളരെ കൂടുതലാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞ സിറ്റുവേഷനിൽ നമ്മൾ മൂർച്ച കുറഞ്ഞ കത്തി കൊണ്ട് നമ്മൾ കുത്തുന്നതിൽ മരണം സംഭവിക്കും. പക്ഷെ അതിനുള്ള സാധ്യതകൾ എന്താണ്? കുറവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മൂർച്ചയുള്ള കത്തി കൊണ്ട് ഞാൻ കുത്തുന്നു, അത് നമുക്ക് എന്താണ് എന്ന് പറയാം? അവിടെ മരണം സംഭവിക്കുമ്പോൾ അവിടെ നമുക്ക് കൊലപാതകമാണ്, മർഡറാണ് നടന്നത് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അത് കാരണം അവിടെ ഡിഗ്രി ഓഫ് ഇൻറ്റൻഷനും അതേപോലെ തന്നെ മരണം സംഭവിക്കാനുള്ള സാധ്യതയും എന്താണ്? വളരെ കൂടുതലാണ്. രണ്ടാമത് പറഞ്ഞ സാഹചര്യത്തിൽ ഏതാണ്? മൂർച്ച കുറഞ്ഞ കത്തി കൊണ്ടാണ് നമ്മൾ കുത്തുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ മരണം സംഭവിക്കും. പക്ഷെ അവിടെ മരണം സംഭവിക്കാനുള്ള സാധ്യതകൾ എന്താണ്? വളരെ കുറവാണ്. മരണം സംഭവിക്കുമെങ്കിലും സാധ്യത എന്താണ്? ലൈക്ലി ടു കോസ് ഡെത്ത് ആണ് എവിടെ വരുന്നത്? നമ്മുടെ കുറ്റകരമായ നരഹത്യയിൽ അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡിനകത്ത് വരുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള എന്തെന്ന് പറയുന്നത് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. നോക്കി, രണ്ട് സിറ്റുവേഷനിലും നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് മരണം സംഭവിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കൃത്യം ചെയ്യുന്നതും. പക്ഷേ മർഡറിനകത്താണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കൃത്യം എന്താണ്? മരണം സംഭവിക്കാൻ സഫീഷ്യൻ്റ് ആണ്, അത് മതി. രണ്ടാമത്തെ നമ്മൾ കൾപ്പബിൾ ഹോമിസൈഡ് പറഞ്ഞതിനകത്ത് അതിലൂടെ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു മരണം സംഭവിക്കാൻ സാധ്യത എന്താണ്? കുറവാണ്. പക്ഷേ മരണം സംഭവിക്കും. ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കണേ, ഇവ തമ്മിൽ നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. നോക്കിയേ, എല്ലാ കൊലപാതകങ്ങളും എന്താണ്? കൾപ്പബിൾ ഹോമിസൈഡാണ്, കുറ്റകരമായ നരഹത്യയാണ്. എല്ലാ കൊലപാതകങ്ങളും എന്താണ്? കുറ്റകരമായ നരഹത്യയാണ്. പക്ഷെ അതേസമയം എല്ലാ കുറ്റകരമായ നരഹത്യകളും എന്തല്ല? കൊലപാതകം അല്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കണം. അത് നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നിയമത്തിൽ കുറ്റകരമായ നരഹത്യ കൊലപാതകമാകാത്ത കുറച്ച് സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ കൊലപാതകത്തിലുള്ള കുറച്ച് എക്സെപ്ഷൻസ് ആണ് നമുക്കിവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത്, ഒരു സഡൻ പ്രൊവക്കേഷനിലൂടെ എന്തെങ്കിലും ഒരു കൃത്യം ചെയ്യുന്നു, ആ കൃത്യത്തിലൂടെ മരണം സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്തല്ല? കൊലപാതകമല്ല, അത് കുറ്റകരമായ നരഹത്യയാണ്. ഓക്കെ, ഇപ്പം നോക്ക്, ഇപ്പം ഞാനും ഒരാളോട് അവിടെ എന്താണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്നെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അയാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്. ആ ഒരു പ്രൊവക്കേഷന് അടിമപ്പെട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? അയാളെ ഒരു അടി അടിക്കുകയാണ്, അല്ലെങ്കിൽ അയാളെ എന്ത് ചെയ്യാണ്? എന്തെങ്കിലും എടുത്തൊന്ന് കുത്തുകയാണ്. അതോടെ അയാൾ എന്ത് ചെയ്യുന്നു? മരണം സംഭവിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്താണ്? എന്നെ പ്രൊവക്ക് ചെയ്തതിലൂടെ, എന്നെ എന്താണ് പ്രകോപിതനാക്കിയത് മൂലമാണ് ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നത്. ആ പ്രവൃത്തിയിലൂടെയാണ് അയാൾ എന്ത് ചെയ്യുന്നത്? മരണപ്പെട്ടു പോകുന്നത്, അല്ലേ? അപ്പം ഞാൻ അവിടെ ചെയ്തത് കൊലപാതകമല്ല, അതെന്താണ്? കുറ്റകരമായ നരഹത്യയാണ്. അത് ഒന്നാമത്തത്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് നമ്മൾ പറയും. നോക്കി, എന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ആ ആക്രമത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ എന്നെ ആക്രമിക്കാൻ വന്ന ആൾ എന്ത് ചെയ്യുന്നു? മരണപ്പെട്ടു പോവുകയാണ്. അവിടെയും ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല, അവിടെയും എന്താണ്? കുറ്റകരമായ നരഹത്യയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ എന്താ പറഞ്ഞത്? സഡൻ പ്രൊവക്കേഷനാണ് പറഞ്ഞത്. രണ്ടാമത് നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് ഡിഫൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറയുന്നത്, നിയമപരമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തിയിലൂടെ ആരെങ്കിലും മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവിടെ കൊലപാതകമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഉദാഹരണമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു പോലീസ് ഓഫീസർ, നോക്കിയാൽ ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ കൃത്യം നിർവഹിക്കുകയാണ്. ഓക്കെ, കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കാണുന്നു കുറേ ആൾക്കാർ ചേർന്നിട്ട് ഒരാളെ എന്താണ്? ആക്രമിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഓഫീസർ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന് കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് അക്രമികളെ എന്ത് ചെയ്യാണ്? വെടിവെക്കുകയാണ്. ഈ അക്രമികളെ വെടിവെക്കുന്നതിലൂടെ എന്ത് ചെയ്യാണ്? ആ അക്രമികൾ എന്താണ്? മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെയും പോലീസ് ഓഫീസർ കൊലപാതകം ചെയ്തതായിട്ട് നമുക്ക് പറയാൻ
സാധിക്കത്തില്ല. അതാണ് നമ്മുടെ മൂന്നാമത്തത്. ഇനി നാലാമതായിട്ട് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു സഡൻ ഫൈറ്റിലൂടെയാണ്. നോക്കി, രണ്ടാൾക്കാർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ തമ്മിൽ പെട്ടെന്ന് എന്താണ് ഒരു വഴക്കുണ്ടാവുകയാണ്. ഒരു വഴക്കുണ്ടാവുന്നു, ഒരു അടിപിടി ഉണ്ടാവുകയാണ്. ആ അടിപിടിയിലൂടെ ഒരു മരണം സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പെട്ടെന്നുണ്ടാവുന്ന ഒരു വഴക്കിലൂടെയോ അടിപിടിയിലൂടെയോ മരണം സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല, കൊലപാതകമെന്ന് പറയാൻ പറ്റത്തില്ല. അത് എന്തിൻ്റെ പരിധിയിൽ വരും? കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യയുടെ പരിധിയിൽ വരുന്നതായിരിക്കും. ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് ഡെത്ത് ബൈ കൺസെന്റ് ആണ്. അത് മരണത്തിനുള്ള സമ്മതം നൽകുന്നതിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 5 സാഹചര്യങ്ങളിൽ നടക്കുന്ന മരണം നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല, കൊലപാതകമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, എല്ലാ കൊലപാതകങ്ങളും എന്താണ്? നരഹത്യയാകാം, കുറ്റകരമായ നരഹത്യയാണ്. പക്ഷേ എല്ലാ കുറ്റകരമായ നരഹത്യയും എന്തല്ല? കൊലപാതകങ്ങൾ അല്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ എന്താണ് എന്നുള്ളതും അതേപോലെ തന്നെ കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണ് എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കാൻ ചെറിയൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. നോക്കി, കുറ്റകരമായ നരഹത്യയിൽ മരണം സംഭവിക്കാനുള്ള സാധ്യത എന്താണ്? കുറവാണ്. പക്ഷേ മരണം സംഭവിക്കും. കൊലപാതകത്തിൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? മരണം സംഭവിക്കുന്നതാണ്. അപ്പോൾ നോക്ക്, കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയുടെ ആ ഒരു ഇൻറ്റൻസിറ്റിയും അതിനനുസരിച്ച് കുറവായിരിക്കും. കൊലപാതകത്തിനുള്ള ശിക്ഷയുടെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാച്ച് സൈലം PSCയിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകളിൽ കാണാം. താങ്ക്